ലീഡേഴ്സ് ഉണ്ട്. എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാല് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഒരു മോർണിംഗിൽ തന്നെ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ നല്ല രീതിയിൽ എങ്ങനെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകണം, അതിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വ്യത്യസ്തരം ആളുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സെഷനാണ് ഈ ഒരു ഐഫ്ലൈസ് മീറ്റ്. അപ്പോ എന്തായാലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇൻവൈറ്റ് ചെയ്യാനുള്ളത്. അപ്പോ എന്നെ കുറിച്ച് ഞാൻ പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോട്ടിവേഷനിലൂടെ അതുപോലെ നല്ല സബ്ജക്റ്റ് വൈസിൽ ഇവിടെ നമ്മൾ മുന്നിൽ ഷെയർ ചെയ്യുന്ന ഒരു പവർഫുൾ ലീഡറാണ് ഞാൻ ഇങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ നല്ല രീതിയിൽ ഒരു ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് അവസരം ഏറ്റെടുത്ത് ഗുരുനാഥനെ നല്ല രീതിയിൽ വിശ്വസിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയെ നെഞ്ചോട് ചേർത്ത് പാഷനേറ്റ് ആയിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നു ഒരുപാട് ഇപ്പോ ഞങ്ങളെ പോലെ യങ്സ്റ്റേഴ്സിന് അതുപോലെ ഒരുപാട് ഫാമിലിയിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിക്കൊടുത്ത് ഒരു വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പവർഫുൾ ലീഡർ മിസ്റ്റർ ജുനൈദ് വങ്ങാട് സാറിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ. പ്ലീസ് വെൽക്കം ജുനൈദ് സാർ. സർ ഓക്കെ, പ്ലീസ് കം. ഓക്കെ, നമ്മൾ ഓഡിബിൾ ആണ്, വിസിബിൾ, കാണബിൾ ആണ്, കേൾക്കബിൾ ആണ്? ഓക്കെ ഓക്കെ രണ്ട് ഡബിൾ ആണല്ലേ? രണ്ട് ഡബിൾ ആണ്. So very happy and lovely good morning to all leaders. എല്ലാ ലീഡേഴ്സ് നല്ല ഇഷ്ടപ്പെടുന്ന സുപ്രഭാതം നേരുന്നു. വെരി മച്ച് എക്സൈറ്റഡ് ആണ് ആൻഡ് ഓൾസോ ത്രില്ഡ് ആണ്. കാരണം ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് രാവിലെ ഇത്തരം സെഷൻസ് ഒക്കെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ഇത്തരം സെഷൻസ്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഒരുപാട് ആളുകളെ ഫേസ് ടു ഫേസ് രാവിലെ ഒന്നും കാണാനും അതിലേറെ ഉപരി അവരുമായി സംസാരിക്കാനും സംവദിക്കാനും ഇത്തരത്തില് പല കാര്യങ്ങളും ചർച്ചിതമാകാനും ഒരുപാട് അറിവുകൾ പരസ്പരം. ലോകത്തെ ഏറ്റവും വലിയ അപാരമായ സ്വത്ത് എന്ന് പറയുന്നത് അവൻ മരിച്ചു പോണ സമയത്തും അവന്റെ ഇൽമാണ്, അറിവാണ്, അല്ലെ? സോ അറിവിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്, വിജ്ഞാനത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. സോ അത്തരത്തിലുള്ള അറിവുകളൊക്കെ കൃത്യമായി തരാൻ എന്നൊരു ഓർഗനൈസേഷൻ ബേസിൽ, സക്സസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ബേസിൽ എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ ലീഡേഴ്സിലൂടെ നമ്മളിലേക്ക് തരുന്ന. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് ടു SBG ആൻഡ് SBG ഫൗണ്ടേഴ്സ് ഫാമിലി. സെയിം ടൈമിൽ എല്ലാ ലീഡേഴ്സിനും നമ്മൾ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സോ എന്നെ പരിചയപ്പെടുത്തിയ MC, എന്റെ പേര് ജുനൈദ് എന്നാണ്, വെങ്ങാടൻ സ്വദേശം. ഞാൻ ബേസിക്കലി ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. സ്റ്റുഡന്റ് ആയിരിക്കും ടീച്ചിങ് കരിയറിലേക്ക് കാലെടുക്കുന്ന സമയത്താണ് ഈ അവസരം കേട്ടത്. ഞാനൊന്നും പറയുന്ന കാര്യം, പക്ഷെ അത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. കാരണം ആരെയും മാറ്റാം, സ്വന്തം പിതാവിനെ മാറ്റാൻ പറ്റാ എന്ന് പറയും പോലെ ഈ ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിയെയും സ്പോൺസറെയും അതുപോലെ തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഞാനത് മാറ്റാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം അത് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കടപ്പാട് എനിക്ക് ആ വ്യക്തിയോടുണ്ട്. കാരണം എന്നെ പഠിപ്പിച്ച ഒരു ഗുരുനാഥനാണ്. ഇന്ന് ഈ ബിസിനസ്സില് എന്റെ ജ്യേഷ്ഠ തുല്യത്തോളം നിന്നുകൊണ്ട് എന്നെ റൈറ്റും റോങ്ങും വേർതിരിച്ച് മനസ്സിലാക്കി കിട്ടി. കൃത്യമായ മോണിറ്ററിംഗ് നടന്ന ഗ്രേറ്റ് MTC ലീഡർ മിസ്റ്റർ ഇസ്മായിൽ സാറ് നല്ലൊരു ഓൺലൈൻ കൈകാര്യം കൊടുക്കാം. കാരണം അദ്ദേഹമാണ് ഈ അവസരം എന്നെ പരിചയപ്പെടുത്തിയത്. ഒരു ഗുരുനാഥനെന്ന് വിശ്വസിച്ചു, ഏറ്റെടുത്തു. കാരണം ഒരു ഗുരുനാഥൻ ഒരു ശിഷ്യനെ ഒരിക്കലും ഒരു വൻ ചതിയിലേക്കോ കുഴിയിലേക്കോ ചാടിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എന്നെ ഒരു ബിസിനസ്സിലൂടെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല പ്രേരണ അല്ലെങ്കിൽ ഏറ്റവും നല്ല മോട്ടിവേഷൻ അതായിരുന്നു. അതുകൊണ്ട് ഏറ്റെടുത്ത പ്രൊജക്ട് ഭംഗിയായിട്ട് തീർക്കുക എന്നുള്ളത് എനിക്ക് എല്ലാ പ്രൊജക്റ്റും എന്റെ വാശിയാണ്. എന്നെ എന്ത് ഏൽപ്പിച്ചാലും അതിന് പൂർണ്ണതയിലേക്ക് എത്തിക്കുക, അവിടെ ഞാൻ ഏറ്റവും നല്ല പെർഫോമർ ആകുക അല്ലെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കുക എന്നുള്ള വാശിയെ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ ഏറ്റെടുക്കണം. കാരണം നമ്മൾ എവിടെയും പെർഫെക്റ്റ് ആകുക. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ലീഡേഴ്സ് സംസാരിച്ച പോലെ എസ്പെഷ്യൽ അൽത്താഫ് സാറൊക്കെ. സോ ഞാൻ വളരെ പ്രൗഡാണ് ഇന്ന് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എന്നെ ഈ ഒരു രീതിയിലേക്ക് പ്രാപ്തമാക്കിയത് ഈ ഒരു ട്രെയിനേഴ്സ് അക്കാഡമി നമ്മൾ പേരെടുത്ത് വിളിക്കുന്ന നമ്മുടെ ഇസ്മായിൽ സാർ എന്ന വലിയ ടീമിന്റെ ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം കൂടിയാണ്. സെയിം ടൈമിൽ ഒരുപാട് ലീഡേഴ്സ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അൽത്താഫ് സാറ്, സാർ, ഫസ്റ്റ് സാറ്, എല്ലാവരെയും ഈ ഒരു അവസരം നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ മനോജ് സാറ്, ലതാ മേഡം, നിരവധി ലീഡേഴ്സ് ഉണ്ട്. ആരും പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ലീഡേഴ്സ്. അതിലേറെ ഉപരി എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ ടീം മെമ്പേഴ്സ്, ഞാനത് പേര് ടൈഗേഴ്സ് ഓഫ് ട്രെയിൻസ് എന്ന് വിളിക്കുന്ന പുലിക്കുട്ടികൾ, അവരാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അവർക്കും ഈ ഒരു വേദിയിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കാം. സോ വളരെ പ്രൗഡായിട്ട് ഞാൻ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പറയുന്ന ആളുകൾ കാരണമാണ്.
സോ അതുപോലെ തന്നെ മാതാപിതാക്കളെ എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അവരുടെ പാരത്രിക ലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി. സെയിം ടൈമിൽ എന്റെ ഉപ്പ, അതുപോലെ തന്നെ എന്റെ ഒരുപാട് ഗുരുനാഥന്മാര് ഈ ലോകത്തിനെ ഞാനാക്കി മാറ്റാൻ ആരൊക്കെ കാരണക്കാരായിട്ടുണ്ട് അവരൊക്കെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നവർക്ക് നന്ദിയും കടപ്പാട് ഹൃദയത്തിനടുത്ത് അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എന്നും ചെയ്യേണ്ട കാര്യം കൂടിയാണിത്. കാരണം നമ്മുടെ എണീറ്റ് നിന്ന് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ചും എല്ലാ ദിവസവും നമ്മൾ ഒറ്റ സെക്കൻഡിൽ ഈ പറയുന്ന ആളുകളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നു അവർക്കെന്നും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നന്ദി അർപ്പിക്കണമെന്ന് ഒരുപാട് കാര്യങ്ങൾ. കാരണം ഈ ഷക്കർത്തും അസീദന്നക്കും ഇൻ കഫർത്തും ഇന്ന അദാബിൻ ഷദീദ് എന്ന് പറയുന്ന ഖുറാനിക വചനം സൂചിപ്പിക്കുന്നത് പോലും അതാണ്. നിങ്ങൾ കിട്ടിയത് അത് ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ നന്ദി അർപ്പിക്കുക, നന്ദിയോട് സ്മരിക്കുക. എങ്കിലും ആ ദൈവം ഒരുപാട് ഇനിയും കൂട്ടിത്തരുന്നുള്ളൂ. നന്ദി കെട്ട സമൂഹത്തെ ദൈവം പോലും ശപിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊണ്ടുവന്നവരെയും നമ്മളാക്കി മാറ്റിയവരെയും നമുക്കൊരു സെക്കൻഡ് പോലും. കാരണം പണ്ട് ഏതോ ഒരു വലിയ പണ്ഡിതൻ, എന്റെ ഓർമ്മ ഷാഫി ഇമാം എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, തനിക്ക് നായ ഒന്ന് വിസർജനം ചെയ്യുന്ന സമയത്ത് അവിടെ ചോദിച്ചു എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അതിനെ പ്രായം എത്തിച്ചു എന്ന് തെളിവാണെന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു നമ്മുടെ അന്യമതസ്ഥരായിട്ട് ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് എപ്പോഴും എണീറ്റ് നിൽക്കുന്ന പണ്ഡിതനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ പാഠങ്ങളിലൊക്കെ. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അവിടെ മതമെന്നോ ജാതിയെന്നോ കുലമെന്നോ നിറമെന്നോ അല്ലെങ്കിൽ വർഗഭേദമെന്നോ ഒന്നുമില്ലാതെ തനിക്ക് ഇൽമ പഠിപ്പിച്ച അധ്യാപനം തന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അറിവ് പഠിപ്പിച്ച ഏതൊരു ഗുരുതുല്യതയോളം സ്നേഹിക്കുന്ന ആരെയും ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഏത് അറിവിനെയും ഏത് അനുഗ്രഹത്തെയും നന്ദിയോടെ സ്മരിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ച പാഠമാണ് ചെറുപ്പം മുതൽ. സോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, എന്റെ ടോപ്പിക് അതല്ല, എങ്കിൽ പോലും ഞാൻ സൂചിപ്പിച്ചതാണ്. സോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരുപാട് കാലം സംസാരിക്കുന്നില്ല. പ്രധാനമായിട്ടും ബേസിക്കായ കുറച്ച് കാര്യം, അതോടൊപ്പം തന്നെ സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ്സിൽ എങ്ങനെ നമ്മൾ കുതിച്ചു ചാടണം. ഒരു ബിഗ് ലീപ്പ് അല്ലെ, നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ബ്ലാസ്റ്റ് മുതൽ കേൾക്കുന്ന ഭാഗമാണ് ബിഗ് ലീപ്പ്, ഒരു കുതിച്ചുചാട്ടം അല്ലെ. നമുക്ക് അറിയാൻ പറ്റും ഈ ബിസിനസ്സിൽ നമുക്കൊരു കുതിച്ചാട്ടം ആവശ്യമുണ്ട്. ഏത് സമയത്തും എന്തോസിയാസ്റ്റിക്കും എക്സൈറ്റ്മെന്റും എനർജറ്റിക്കും ആയിട്ടുള്ള ലീഡറായിട്ട് നമ്മൾ മാറണം. അവിടെയാണ് ബിസിനസ്സിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നത്. എന്ത് വന്നാലും തളരരുത് എന്നുള്ള ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒരിക്കലും ആരെ മുമ്പിലും തലകുനിക്കരുത്. മീൻസ് നമ്മൾ ഒരിക്കലും ജാടയോ അല്ലെങ്കിൽ അഹങ്കാരമോ കാണിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഏറ്റെടുത്ത പ്രൊജക്റ്റിൽ ഞാൻ അതിന് അറ്റം കണ്ടാൽ മടങ്ങി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മൈൻഡ് സെറ്റ്, ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് അല്ല, ഗ്രോയിങ് മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് അത് ക്രിയേറ്റ് ചെയ്യണം. അതേ സമയത്ത് തന്നെ നിങ്ങൾ ഈ ഏറ്റെടുത്ത പ്രൊജക്റ്റിൽ ഞാൻ കൃത്യമായിട്ടുള്ള എവിടെ എത്തണം എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. സോ ഒരു കുതിച്ചുചാട്ടം നിർബന്ധമാണ് ബിസിനസ്സിൽ. കാരണം നമ്മൾ ഇന്ന് ഈ ബിസിനസ് ശരിക്കും നടന്നുകൊണ്ടിരിക്കില്ല, ഇത് പറന്നുകൊണ്ടിരിക്കുക. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഇതിൽ തുടങ്ങാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം എനിക്കോ 4 മാസം വൈകിപ്പോയി. ഒന്നുമല്ല, എന്റെ കയ്യിൽ പറയത്തക്ക രീതിയിൽ സംഖ്യയോ അല്ലെങ്കിൽ അവസരമോ അല്ലെങ്കിൽ ഒരു സന്ദർഭങ്ങളോ ഉപയോഗിച്ച് വരാത്തത് കൊണ്ടും അതുപോലെ തന്നെ എനിക്കൊരു വിദ്യാഭ്യാസം കൂടി ആയതുകൊണ്ട്, കുറച്ചൊക്കെ ഉള്ള ആളായതുകൊണ്ട്, കൂടുതലൊന്നുമല്ല കുറച്ചൊക്കെ ആളായതുകൊണ്ട് ഇതിനെ കുറിച്ചൊക്കെ കൂടുതലായി പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ പഠനം പിന്നീട് മനസ്സിലാക്കിയത് വലിയ ചെറിയ പഠനങ്ങളൊക്കെ നമുക്ക് തെറ്റാണ് എന്ന് മനസ്സിലായി. കാരണം വലിയൊരു വിദ്യാഭ്യാസം തിയറി പഠിച്ചിരുന്നൊരു കാര്യമില്ല, പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. സോ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുക. അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ് ആണ് തുടങ്ങുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് സൂപ്പർ എക്സൈറ്റിംഗ് ആയ ഒരു ആഴ്ചയാണത്. കമ്പനിയുടെ പുതിയ മാസത്തിൽ 160ാമത്തെ മാസത്തിന്റെ 2ാമത്തെ ഫസ്റ്റ് വീക്കാണ് ഈ ഒരു ആഴ്ച. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ തുടങ്ങിയിട്ട് ഈ ആഴ്ച തന്നെ ഈസി ആയിട്ട് അടുത്ത മാസം ഒരു പെർഫോമൻസ് ബോണസ് ചെയ്യണം. കാത്തു നിൽക്കാൻ സമയമില്ല. ആർക്കും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ആർക്കും സമയം കൊടുക്കരുത്, ആരെയും വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ഏറ്റെടുത്ത പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് ഒരു വലിയ കുതിച്ചുചാട്ടം, ഒരു ബിഗ് ലീപ്പ് നമ്മൾ കൊണ്ടുവരണം. സോ അതിന് ആദ്യം വേണ്ടത് കറേജ് ആണ്, ധൈര്യമാണ് അല്ലെ. കറേജ് ഉണ്ടെങ്കിൽ ചങ്കൂട്ടെന്നൊക്കെ പറയാൻ പറ്റും മലയാളികൾ അല്ലെ. ഈ ചങ്കൂട്ട് കൊണ്ട് എന്തും ചെയ്യാം. ഞാൻ ഇന്നലെ ഒരു സെഷനിലായിട്ട് ലീഡർമാരോട് പറഞ്ഞ കാര്യമുണ്ട്. എന്തിനു വേണ്ടി ചങ്കൂറ്റമാണ്? കാർ എടുക്കാൻ വേണ്ടി ചങ്കൂറ്റമാണ്, പെണ്ണ് കെട്ടാൻ വേണ്ടി ചങ്കൂറ്റമാണ്, വീട് വെക്കാൻ വേണ്ടി ചങ്കൂറ്റമാണ് അല്ലെ. എന്നതല്ലേ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരും വീട് കയറ്റിയത് പണപ്പെരുപ്പം കൊണ്ടല്ല, പണത്തിന്റെ കെട്ടുകൊണ്ടല്ല, ചങ്കൂറ്റം എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് അല്ലെ. എനിക്കൊരു വീട് നിർമ്മിക്കണം, അതിന് ഗൾഫിൽ പോയി അധ്വാനിച്ചു. ആ സമയത്ത് തുച്ഛമായ സാലറി 35,000 40,000 കിട്ടുന്ന സാലറിയിൽ നിന്ന് കഷ്ടിച്ച് മാറ്റി വിടിച്ച് കുബൂസും തൈരൊക്കെ തിന്ന് ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ച് ജീവിതത്തിൽ വീട് കയറ്റണം എന്നൊരു ചങ്കൂട്ടവും ഒരു ലക്ഷ്യവും അതുപോലെ തന്നെ ഒരു ഡ്രീമും
ഉണ്ടായി ഇതൊക്കെ പാടെ കൂട്ടി പോയിക്കുമ്പോഴാണ് ആ ഒരു പൊറോട്ടായി വരുന്നത്. ഓക്കെ, സോ ഈ ചങ്കൂട്ടം നിർബന്ധമാണ്. ഏത് കാര്യത്തിലാണ് ചങ്കൂട്ടമാണ്. ഈ ബിസിനസ്സിൽ ജയിക്കാൻ വേണ്ടത് ഫസ്റ്റ് ചങ്കൂട്ടാണ്, അറിവല്ല. അറിവ് പിന്നീട് ഉണ്ടാക്കണം, സ്കില്ല് പിന്നീട് ഉണ്ടാക്കണം. ആദ്യം വേണ്ടത് എനിക്ക് നേടണം. അത് ഞാൻ തയ്യാറാണ്, ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്, പ്രയത്നിക്കാൻ തയ്യാറാണ്, അത് അഹോരാത്രം പരിശ്രമിക്കാൻ തയ്യാറാണ്. ഐ ഡെഡിക്കേറ്റ് ഓൾ മൈ ബോഡി, അല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊരു ചങ്കൂട്ടത്തിൽ കൂടി ഒരു തീരുമാനമാണ് നമ്മൾ ബിസിനസ് ജയിക്കുന്നത്. എന്റെ വോയിസ് ക്ലിയർ അല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഓക്കെ അല്ല അസിന മാം? അത് നമ്മളെ മുഹമ്മദ് അലി ഉസ്താദ് ഓക്കെ അല്ല? സൗണ്ട് കുറവുണ്ടോ എന്നൊരു സംശയം. ഇത് പണ്ടായ ഫിലിമിൽ പറഞ്ഞവർക്ക് എന്തോ ഒരു സംശയം ചോദിക്കുമ്പോ അങ്ങനെ നമ്മള് ഞാനിപ്പോ മൂപ്പർ പറഞ്ഞ സമയത്ത് ഒരിക്കലും മൂപ്പർ കുറ്റപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നാണ്, നമ്മൾ മലയാളിയോട് എന്ത് ചോദിച്ചാലും ചെറിയ കുറവ് പറയും അല്ലെ? അത് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. എങ്ങനെ ചിലപ്പോ നമ്മൾ സാധാരണ പറയാറുണ്ട് ഹൗ ആർ യു എന്നുള്ളത് ഹൗ ആർ യു എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചാല് ഒരു ഇംഗ്ലീഷുകാരൻ പറയും ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറയും അല്ലെ? ഒരു മലയാളിയോട് മറ്റൊരു അറബിയോട് ചോദിക്കണം കൈഫുൽ ഹാൽ അൽഹംദുലില്ലാ അല്ലെ, അങ്ങനെ ചോദിക്കും. പറയാം നേരെ മറിച്ച് മലയാളം ചോദിക്കാണ്ട് എന്താ മനെ പാട് ചോദിച്ചാൽ എന്താ പറയണ്ട ഇങ്ങനെ പോണ്. എന്നാലും നല്ലത് പറയുക, അങ്ങനെ പറയുന്നത്. അത് പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട സംഭവം പറഞ്ഞാണ് ഐ റിയലി അപ്രീഷിയേറ്റ്. എഴുതി വിട്ടാണ്, കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സർജ് എന്ന് പറയും. സർജ് എന്ന് പറയുമ്പോൾ ഒരു കുതിച്ചാട്ടം, ഒരു ബിഗ് ലീപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. ഇംഗ്ലീഷ് നോക്കാണ് സർജ്. സോ അത് നിർബന്ധമാണ്. എന്താണ് സർജ്? എന്താണ് സർജിൽ അടങ്ങിയ വാക്കുകൾ? എന്തൊക്കെയാണ് ഈ ബിസിനസ്സിന് വേണ്ടത്? നമുക്ക് ഒരുപാട് ബേസിക് കാര്യങ്ങൾ ബിസിനസ്സിൽ നമുക്ക് സക്സസ്ഫുൾ ഗ്ലോബൽ പഠിപ്പിച്ചിട്ടുണ്ട്. 4 ബേസിക്, 5 ഫിംഗേഴ്സ്, ബെറി 007 എന്ന് പറയുന്ന ഒരുപാട് സിസ്റ്റം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനോട് കൂടെ ഞാൻ ചെറിയൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സർജ് എന്ന് പറയുമ്പോൾ അത് 5 വാക്കുകളാണ്. സർജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എസ് ഫോർ സ്പോക്കൺ വേർഡ്സ്, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, അതാണ് എസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് ഇതിൽ മെയിൻ യൂണിറ്റിയാണ്, ഐക്യമത്യം മഹാബലം അല്ലെ? ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിൽ കിടക്കാം എന്നൊക്കെ പണ്ടാര കാരണവന്മാർ പറയും പോലെ യൂണിറ്റി, ദാറ്റ് ഇസ് മസ്റ്റ്. ആൻഡ് സർജിലെ ആറ് എന്ന് പറയുന്ന വാക്ക് വരുന്നത് റൈറ്റ് അസോസിയേഷൻസ്, ശരിയായ ഒരു ബന്ധങ്ങൾ നിർബന്ധമാണ് അല്ലെ? എപ്പോഴും പറയാറുണ്ട്, നമുക്ക് അതിനെ കുറിച്ച് വിശദീകരിച്ചു തരാം. റൈറ്റ് അസോസിയേഷൻസ്. ആൻഡ് ഫിഫ്ത് വൺ ജി ആണ്, സർജിൽ ജി, ദാറ്റ് ഇസ് ഗോൾ, റിട്ടേൺ ഗോൾസ്, എഴുതി വെക്കപ്പെട്ട ലക്ഷ്യങ്ങള്, സ്വപ്നങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് മാറ്റണം, ദാറ്റ് ഈസ് ഗോൾസ്. ആൻഡ് ഫൈനൽ വൺ ഫോർ ഇ ഫോർ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ വേണം. ആരെ കണ്ടാലും ഒരു പ്രതീക്ഷ നമുക്ക് വേണം. കാരണം ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ അല്ലെ, പണ്ടാരോ പറഞ്ഞ പോലെ പ്രതീക്ഷ എന്നൊരു ബസ്സിന് പേരിട്ടു പണ്ടാരും, പക്ഷെ ഒരു പ്രതീക്ഷ അത് വരുമോ ഇല്ലെന്നുള്ളത്. ഇതുപോലെ ആകരുത്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷ വേണം, ഒരു ശുഭപ്രതീക്ഷ, ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയാൻ പറ്റും, ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ഒപ്റ്റിമിസം, ഒരു ശുഭപ്രതീക്ഷ എപ്പോഴും എല്ലാവരും കുറിച്ചത് വേണം. നമ്മളൊരിക്കലും സാധാരണ പറയാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരാളെയും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരാളും മലം മറിക്കുന്നു വിചാരിക്കണ്ട, അവരെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് വിചാരിക്കണ്ട. ആരാണ് ഇതിൽ ഡയമണ്ട് ആവാന്നുള്ളതോ ആരാണ് ഇതിൽ കത്തുക നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് സീരിയസ് ആയിട്ട് പറയുന്ന 5 കാര്യങ്ങൾ ഞാൻ ചെറിയ രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം ചെറിയ രീതിയിൽ ബേസിക് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇതിൽ ചെയ്ത് വിജയിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. എസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്പോക്കൺ വേർഡ്സ്, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മുടെ വാക്കുകളിൽ എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലേ? കാരണം നമ്മളൊക്കെ ഒരു പക്ഷേ ഏതൊക്കെയോ കാറ്റഗറിയിൽ നിന്ന് എവിടെ നിന്നൊക്കെ വരുന്ന ആളുകളാണ്, ഏതൊക്കെ വിഭാഗം ആളുകളാണ്, അല്ലെങ്കിൽ പല കാറ്റഗറിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പല രീതിയിലും പല മേഖലയിൽ നിന്ന് വന്ന് ഈ ബിസിനസ്സിലേക്ക് ഒരു പാർട്ട് ടൈമറായിട്ടും ഫുൾ ടൈമറായിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊക്കെ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? നമ്മള് പറഞ്ഞ രീതിയിൽ പല കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് വേണ്ട, സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് പഠിച്ച വാക്കാണ് ചേർത്തുക, ചേരുക, അല്ലെങ്കിൽ അല്ലെ വിൽക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ? ഇതിനൊക്കെ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ രീതിയിൽ മാറ്റണം. പെട്ടെന്ന് മാറ്റുന്നുള്ളതല്ല, ആർക്കും ഒരിക്കലും ഒരിക്കലൊന്നും ഒരു കാര്യത്തിൽ നിന്ന് മാറാൻ സാധിക്കില്ല, ഒരിക്കലും മാറാൻ സാധിക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് മാറാൻ ഞാൻ പറഞ്ഞിട്ടില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെല്ലെ പതിയെ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണം. നിങ്ങളെ വാക്കുകൾ കൊണ്ടും നിങ്ങളെ പ്രവർത്തനം കൊണ്ടൊക്കെ നിങ്ങൾ മാറണം. എസ്പെഷ്യലി സ്പോക്കൺ വേർഡ്സ് നിർബന്ധമായ ഒരു കാര്യമാണ്. ഓക്കെ, ഈ സ്പോക്കൺ വേർഡ്സ് നമ്മൾ പറയുന്ന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ്.
ഏറ്റവും സിമ്പിൾ നമുക്ക് ബിസിനസ് അല്ലേ? നീ പെട്ടെന്ന് നമ്മൾ ഒരാൾക്ക് പ്ലാൻ കൊടുക്കുമ്പോൾ പോലും പറയും നീ വന്ന് രണ്ട് ഭാഗത്തും ഓരോരുത്തർ ചേർക്കുക. ഈ രണ്ടാമത്തെ ദിവസം എന്റെ വരുമാനം ഓക്കെ. ഈ ചേർത്തുക എന്നുള്ള വാക്ക് അവിടെയൊക്കെ സിമ്പിൾ ആയിട്ട് വാക്ക് വരുമ്പോൾ ഫ്രാഞ്ചൈസി അല്ലേ? ഈ ഫ്രാഞ്ചൈസി എന്നുള്ളതൊരു സിമ്പിൾ വേർഡാണ്. നമുക്കൊരു ഫ്രാഞ്ചൈസി നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരുപാട് ലിസ്റ്റ് എടുത്തുകൊണ്ട് അവരിലേക്ക് ഇതിനൊരു ബിസിനസ് ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അതുപോലെ തന്നെ അസോസിയേഷൻസ് അതൊരു വാക്കാണ്. നമ്മൾ ആളുകളെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ ആക്കാം, അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താം. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിന് വേറെ വാക്കില്ല, അതിന് ആ വാക്ക് തന്നെ ഉള്ളൂ. അതുകൊണ്ട് ആ വാക്ക് പഠിച്ചു വെക്കണം. ഇനി എന്ത് പറയരുത്, നമ്മൾ സാധാരണ ചില ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ടീമിലൊക്കെ കൂടുതൽ ആൾക്കാരും പറയുന്നത് സാറേ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോലെ ആൾക്കാർ. അപ്പൊ അതുപോലെ ഇത് പറയാൻ നിൽക്കുക, ഇത് കുറച്ചൊക്കെ എഴുതി പഠിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ പണ്ട് കോളേജ് എഴുതിയമാർക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. ഫ്രാഞ്ചൈസി, അസോസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് സ്റ്റാർട്ടപ്പ് ചെയ്യിപ്പിക്കുക. അതൊക്കെ വാക്കുകളാണ്, ചെറിയ ചെറിയ വാക്കുകൾ, ഈ ബിസിനസ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ. അതുപോലെ തന്നെ മീറ്റപ്പ്, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ, അല്ലെങ്കിൽ ബിസിനസ് ക്ലോസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക ഇതിൽ ഉപയോഗപ്പെടുത്താം. കാരണം നമ്മൾ വേർഡ്സുകൾ മാറ്റണം. നമ്മൾ ആ പഴയ രൂപത്തിൽ വർത്താനം പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം ഈ ബിസിനസിന്റെ ഒരു പ്ലാന് വലിയൊരു പ്ലാനാണ് അല്ലെ, നല്ല രീതിയിൽ ആളുകൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് മൈ ലൈഫ് സ്റ്റൈൽ. കാരണം നല്ല രീതിയിൽ വരുമാനമുണ്ട്, ആഴ്ചയിൽ വരുമാനമുണ്ട്, മാസത്തിൽ വരുമാനമുണ്ട്, വിറ്റ വരുമാനമുണ്ട്, എല്ലാം ഉണ്ട്, നല്ല സപ്പോർട്ടിങ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ നമ്മൾ അവർക്ക് മുമ്പിൽ ഈ ഒരു ബിസിനസ് പ്ലാനിനെ വളരെ തറ രൂപത്തിൽ പരിചയപ്പെടുത്തിയാൽ ആളുകൾക്ക് തന്നെ ഒരു വിരോധാഭാസം ഉണ്ടാവും. കാരണം ഞാൻ പറയുന്നത് ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ പോയിട്ട് ഒരു പ്ലാൻ പറയുമ്പോഴും സാധാരണക്കാരുടെ മുമ്പിൽ പോയി പ്ലാൻ പറയുമ്പോഴും രണ്ടും വ്യത്യാസമുണ്ട് അല്ലെ? എന്നാൽ എഡ്യൂക്കേറ്റഡ് ആയ മുമ്പിൽ പോയിട്ട് വലിയ വലിയ കടുകട്ടി വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. അവർ പേടിച്ച് ബിസിനസ് ചെയ്യൂല, അല്ല എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുടെ മുമ്പിൽ അതിന് കൃത്യമായിട്ട് ആ രീതിയിൽ പ്ലാൻ പ്രസന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പ്രസന്റേഷൻ സമയത്തായാലും, നമ്മളൊരു ആളുകളുമായി സംസാരിക്കുന്ന സമയത്തായാലും, ഇടപഴകുന്ന സമയത്തായാലും, ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്തായാലും, നമ്മുടെ ഭാഷയിലും, ഭാഷ മീൻസ് നമ്മുടെ സ്ലാങ്, നമ്മളെ സംസാര ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവരും. ദാറ്റ് ഇസ് സ്പോക്കൺ വേർഡ്സ്. അപ്പൊ അതിന് വേണ്ട വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അതാണ് ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ, ഇത് ചുരുക്കി പറയുന്നത് ഒരുപാട് പറയേണ്ട വിഷയങ്ങളാണ്. നിങ്ങള് പഠിക്കാനുള്ളതിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഇതിനെ കുറിച്ചൊക്കെ സ്പോക്കൺ വേർഡ്സ്, ഉദാഹരണം ഓരോ ഭാഷകളെയും ഓരോ സ്ലാങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പല പല കാര്യങ്ങൾ ചർച്ചിതമാകാനുണ്ട്. അതിലേറെ ഉപരി നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതില് വിദ്യാഭ്യാസം ഉള്ളതോ ഇല്ലാത്തവനും പരിശ്രമിക്കാം, മാക്സിമം ഓരോ ഭാഷയും പഠിക്കും. കാരണം ഈ ബിസിനസ് നമ്മൾ കമ്പനിന്റെ പേര് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഗ്ലോബലിയാണ് ഈ ബിസിനസ്. അപ്പൊ നിങ്ങൾ ഈ മലയാളം മാത്രം പഠിച്ചിരുന്നാലൊക്കെ പ്രശ്നം ഉണ്ടാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ മെല്ലെ മെല്ലൊക്കെ കൊഞ്ചം തമിഴ് പേഴ്സിക്കോ, അതൊക്കപ്പുറം തോടാ ഹിന്ദി മാലുമേ ഓർ ഇംഗ്ലീഷ് അല്ലെ, കുറച്ചൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യണം, പഠിക്കണം. അത് പഠിക്കാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് എവിടെയും ബിസിനസ് ചെയ്യാൻ പറ്റണം. ഇനി പഠിക്കാന്ന് പറയുന്നത് നിങ്ങൾ അവിടെ പോയി പഠിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ട്, എനിക്ക് നമ്മുടെ ശൈലേഷ് ബാലൻ സാർ അല്ലെ, ഒരു IT ലീഡറാണ് സാർ. എക്സ്പീരിയൻസ് എപ്പോഴും പറയുന്ന സംഭവമാണ്. എനിക്ക് 2 വാക്ക്, കാരണം കഴിഞ്ഞ മലപ്പുറത്ത് വന്ന് പറഞ്ഞു, എനിക്ക് 2 വാക്ക്, എന്തോ 2 വാക്ക് പറയും, എന്റെ വെടി തീർന്നു, ബാക്കി എന്ത് ചെയ്യുന്ന മലയാളത്തിൽ പറയും, ഇപ്പുറത്തെ ആൾ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇങ്ങനെയും ബിസിനസ് ബിൽഡ് ചെയ്യാം. പക്ഷെ നമുക്കത് ഭാഷ അറിയുന്ന സമയത്ത് നമുക്ക് അതിന് ഫ്ലുവൻസ് കൂടും, നമ്മൾ ബിസിനസ് ഫാസ്റ്റ് ആവും. ഞാൻ എന്റെ ലീഡർ ഇസ്മായിൽ സാറെ പണ്ട് എന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എന്റെ ഭാഷ എപ്പോഴും, എന്റെ സംസാരം എപ്പോഴും സ്പീഡ് ആവുന്നത്. അന്ന് എന്നോട് പറഞ്ഞ സംഭവമാണെന്ത്, തീറ്റ മുതൽ എല്ലാം സ്പീഡ് കൂട്ടണമെന്ന് പറഞ്ഞു. തീറ്റ, സംസാരം, നടത്തം, വർത്തമാനം, എല്ലാ കാര്യങ്ങളും സ്പീഡ് കൂട്ടണമെന്ന്. ഞാനായിട്ട് സ്പീഡ് കൂട്ടി, ഇപ്പോഴാണ് കുറച്ച് സ്പീഡ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സ്പീഡ് കൊടുത്തും വിട്ടു, ഈ രീതിയിലേക്ക് മാറി. കാരണം സാറ് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. നമ്മളെ ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സ്പീഡ് ചെയ്യണോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ റിസൾട്ട് വരുന്നത് അല്ലെ. ഉദാഹരണം, ആടിപ്പാടി നമ്മൾ പ്ലാൻ പറയാൻ പോണതും ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് പ്ലാൻ പറയാൻ പോണതും വ്യത്യാസം ഉണ്ട് അല്ലെ. കാരണം അവിടെ വേഗം പോയിട്ടാണ് പ്ലാൻ പറയുമ്പോൾ അതിൻ്റെതായ സ്പീഡ് ഉണ്ടാവും. അപ്പൊ എല്ലാ കാര്യത്തിലും സ്പീഡ് വരണം. അതുപോലെ തന്നെയാണ് നിങ്ങളെ ഭാഷകൾ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ നമ്മളെ സ്ലാങ് മാറ്റുക, മെല്ലെ മെല്ലെ മാറ്റുക, നമ്മളെ സംസാര ശൈലിക്ക് ഒന്ന് മാറ്റി പിടിക്കുക. നമ്മളതിന് എന്ത് ചെയ്യാലോ, നമ്മള് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും ബൈക്കുമൊന്നും ആരും ഉണ്ടാവില്ല അല്ലെ ഒപ്പം. അപ്പൊ നമ്മൾ ഒറ്റക്കാണ് യാത്ര പോകണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ മതി. ഞങ്ങളതൊക്കെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. പണ്ടൊക്കെ തന്നിരുന്ന ഒരു പ്രാക്ടീസ് എന്തായിരുന്നു, ബസ്സിൽ പോകുന്ന സമയത്ത് പിന്നെ വല്ലാതെ സംസാരിക്കരുത്, കാരണം ആളുകൾ എന്ത് ചെയ്യും, സൗണ്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഓരോ പ്ലാനൊക്കെ വ്യത്യസ്ത രീതിയിലൊക്കെ പ്രസന്റേഷൻ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ സംസാര ശൈലി എന്ത് ചെയ്യണം, നിങ്ങൾ മാറ്റണം.
ഓക്കെ. കാരണം ഈ എന്തും അതിനേക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പണ്ട് പ്രവാചകൻ പോലും പറഞ്ഞ കാര്യമാണത്. പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞ കാര്യം വെച്ചാല് നമ്മൾ സംസാരിക്കുന്ന മുമ്പായിട്ട് 2-3 പ്രാവശ്യം ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കാരണം ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നത്, ഈ സംസാരിക്കാൻ പോകുന്ന വിഷയം എനിക്ക് എന്തൊക്കെ, അതിന്റെ ഭവിഷ്യത്ത് എന്തെന്ന്, ഗുണമെന്ന്, അതിന് ഡിമെറിറ്റ്സ് മെറിറ്റ്സ് ഇതൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടത് നമ്മൾ. കാരണം പണ്ടാരോ കാരണവന്മാർ പറഞ്ഞ പോലെ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരുപോലെ എന്ന് പറയാറുണ്ടല്ലേ. ചില സാധനം തിരിച്ചെടുക്കാൻ പറ്റൂല. കൈവിട്ട ആയുധം അങ്ങനെയല്ലോ, വെട്ടിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റും. വാവിട്ട വാക്ക് നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ചെടുക്കാൻ. അതുകൊണ്ട് എന്തും പറയുമ്പോ പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മളൊക്കെ, എന്റെ കയ്യിൽ നിന്നൊക്കെ വരുന്ന മോശമാണ്, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഊസിക്കും അയ്യായ ഞാൻ എന്നോട് നിങ്ങളോടൊക്കെ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ മുമ്പിലേക്കുന്ന പ്രോസ്പെക്റ്റിന്റെ പ്രൊഫഷനെ കുറിച്ച് ഒരിക്കലും തരംതാഴ്ത്തി പറയരുത്. കാരണം ഇതൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ പറഞ്ഞ് അവസാനിക്കും. നീ ബിസിനസ് ചെയ്യും ഇങ്ങനെ പറയരുത്. അവർക്ക് കൃത്യമായിട്ട് അതിലെ നമ്മള് ബാപ്പാന്റെ തല എന്നും പിതാവിന്റെ ശിരസ് എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്. ബാപ്പാന്റെ തല എന്ന് പറഞ്ഞാൽ ചെപ്പളം കുറ്റി അടിച്ചു പൊട്ടിക്കും. പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ പ്രോത്സാഹിപ്പിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ പറയുന്ന വാക്കിലാണ് വ്യത്യാസം. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാൻ എനിക്ക് തിരിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ നമ്മളെ മുമ്പിൽ നിൽക്കുന്ന പ്രൊഫഷനായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അവനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, അവന്റെ പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവനക്ക് മെല്ലെ ഒരു അഡീഷണലി ചെയ്യാൻ പറ്റുന്നതും അവന് ഡ്രീംസിന് വേണ്ട പ്രൊജക്ട് ആയിട്ടും എന്തിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, മൈ ലൈഫിനെ പരിചയപ്പെടുത്തി കൊടുക്കും. പലപ്പോഴും പല ആൾക്കാരും പ്ലാനിൽ ഫ്ലോപ്പ് ആവുന്ന ഏരിയ ഇതാണ്. ഈ സംസാരത്താണ് ഫ്ലോപ്പ് ആവണത്. പ്ലാൻ അറിയാം, പ്രൊഡക്റ്റിനെ കുറിച്ച് വേറുണ്ട്, പക്ഷെ എങ്ങനെ ഒരാൾ കൺവീൻസ് ചെയ്യിപ്പിക്കണം, അവിടെയാണ് പല ആൾക്കാരും ഫ്ലോപ്പ് ആകുന്നത്. എങ്ങനെ ഒരാൾ ക്ലോസിങ് ചെയ്യിപ്പിക്കണം, അവിടെയാണ് ഫ്ലോപ്പ് ആകുന്നത്. അപ്പൊ അവർക്കൊരു കരുത്ത്, അതുപോലെ ട്രസ്റ്റ് കൊടുത്ത് സംസാരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ തിങ്ക് ചെയ്യണം, എന്താണ് ഞാൻ സംസാരിക്കുന്ന വാക്ക്. പറ്റുകയാണെങ്കിൽ നമ്മളൊക്കെ പറയാറുണ്ട്, നോട്ട് ചെയ്ത് ഏറ്റവും ബെറ്റർ ഞാൻ അവിടെ പോയി എന്ത് സംസാരിക്കണം, അത് മൈൻഡിൽ നോട്ട് ചെയ്യാം. കാരണം അയാളുമായിട്ടൊരു ഇന്ററാക്ഷൻ സെഷൻ അല്ലെ, ഫസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് അയാളുമായി സംസാരിച്ച് ഒരു എന്താ പറയുക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ഫസ്റ്റ് 5 മിനിറ്റ്സ്. അവിടെ ഒരിക്കലും മൈ ലൈഫിനെ ബുക്ക് തുറക്കരുത്, അതൊക്കെ അടച്ചു വെക്കുക. സുഖവേഗം അന്വേഷിക്കുക, നിങ്ങളെ പരിചയപ്പെടുത്തുക, അയാൾ സംസാരിച്ച കാര്യങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അയാളെ നീഡ് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അയാളെ ആറ്റിറ്റ്യൂഡ് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം അടുത്ത സംസാരത്തിലേക്ക് പോകാൻ. ഇത് നമ്മളപ്പോ നമ്മളെ സ്പോക്കൺ വേർഡ്സിൽ ശ്രദ്ധിക്കേണ്ട ആ ഒരു സർക്കംസ്റ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും ആ സാഹചര്യത്തെ എങ്ങനെയൊക്കെ പെരുമാറാന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം യൂണിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാം അല്ലേ, പണ്ട് ആരോ പറഞ്ഞ ചൊല്ലാണത്. ശരിയാണത്. യൂണിറ്റി ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ. കാരണം നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളൊരു ഞാൻ ടേബിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണം ടേബിളാണ്. നിങ്ങളൊരു ടേബിൾ പിടിച്ചൊരു സ്ഥലത്തേക്ക് വെക്കുകയാണ്. അപ്പൊ 4 ആൾക്കാരാണ് ഇത് കൂടി പിടിക്കുന്നത്. ഒരാൾ തെക്കോട്ട്, ഒരാൾ വടക്കോട്ട്, ഒരാൾ പടിഞ്ഞാറോട്ട്, ഒരാൾ കിഴക്കോട്ട്. ഈ 4 വരി വലിച്ച ആ ടേബിൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ലേ? നിങ്ങൾ സംസാരിക്കാം, എത്തുമോ? ഒരാൾ ടേബിൾ അറിയില്ലേ, 4 മൂലയുള്ള 4 മൂലയിൽ പലക, അത് 4 തുള, പണ്ട് ആരും സംസാരിച്ച പോലെ. ഓക്കെ, ഈ 4 മൂലയിൽ പലക, ഈ പലകയാണ് ടേബിൾ. ഈ ടേബിൾ 4 ഭാഗത്തേക്ക് വലിച്ചിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് ഒരു ടീമിന് വേണ്ടത് ഫസ്റ്റ് യൂണിറ്റിയാണ്. യൂണിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ വാക്കിലായാലും പ്രവർത്തനത്തിലായാലും എല്ലാത്തിനും യൂണിറ്റി വരുത്തണം. അതിന് ആകൊരു കാര്യമേ ഉള്ളൂ. പണ്ടാരോ പറഞ്ഞ പോലെ ഷാവിറൂഫിൽ അംരി എന്ന് പറയാറുണ്ട്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ഷാവിറൂഫിൽ അംരി. കാരണം നിങ്ങൾ ആ കാര്യത്തിൽ എന്ത് ചെയ്യുക, മുഷാവറ ചെയ്യുക. നിങ്ങൾക്ക് ഭയങ്കര അറിവേക്കാരം, നിങ്ങളെ കാര്യത്തിൽ അഗ്രഗണ്യനേക്കാരം അല്ലെ. പ്രൊഫറ്റ് പീസ് ബി അപ്പോൺ ഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൊഫറ്റൊക്കെ എപ്പോഴും ചെയ്തിരുന്ന സംഭവമാണ്. ഏത് നേതാക്കന്മാരും ചെയ്യും അല്ലെ, നമ്മളൊക്കെ നേതാക്കന്മാരൊക്കെ ചെയ്യുന്ന സംഭവമാണ്. എന്ത് ചെയ്യും, ഒരു കാര്യം ചർച്ചിതമാകുന്ന സമയത്ത്, ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അതിനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് ലീഡേഴ്സിനോട് എന്ത് ചെയ്യും, സംസാരിക്കും, ഒന്ന് ചർച്ചിതമാവണം അല്ലെ. അതുപോലെ ടീം മെമ്പേഴ്സുമായിട്ട് ഇരിക്കണം. ഇതൊരു യൂണിറ്റിയുടെ ഭാഗമാണ്. കാര്യങ്ങളെ കുറിച്ച് ചർച്ചിതമാകുന്ന സമയത്തുള്ള ഒരു ചർച്ചകൾ, പ്ലാനിങ് ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾ പ്ലാൻ ഇട്ട് അതിന് ടീമുമായിട്ട് ഇരുന്ന് സെറ്റ് ചെയ്യാം. ഇതൊരു യൂണിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ വരുന്ന സമയത്തും നിങ്ങൾ ചേർത്ത് പിടിക്കുക ടീമിന് അല്ലെ, സംസാരിക്കുന്ന സമയത്ത് അല്ലെ. യൂണിറ്റിയുടെ ഭാഗമാണ്. ഒരിക്കലും സംസാരിക്കുന്ന സമയത്ത് മാക്സിമം വലിയ ടീമാണെങ്കിൽ പേരെടുത്ത് പറയാതിരിക്കാം. കാരണം പ്രത്യേകിച്ച് ഈഗോ ക്ലാഷ് എന്ന് പറയുന്ന സംഭവമുണ്ട് ജനങ്ങൾക്കിടയിൽ അല്ലെ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ പണ്ട് ലീഡർ പോയത് ഒരു പൂവ് കുറഞ്ഞുകൊണ്ടാണ്. ബറിസ്റ്റാർ ഞാൻ പൂ കൊടുത്തപ്പോ ഒരാൾക്കും അത്ര പൂ കൊടുത്തു. അപ്പൊ അതിൽ 1 ഇല കുറഞ്ഞു, 2 ഇല ഉണ്ടായിരുന്നു, 3 ഇല ആയപ്പോ അയാൾ തെറ്റിപ്പോയി.
കാരണം മൂപ്പർക്ക് കൊടുത്ത് 3 ഉണ്ട്, എനിക്ക് തന്നത് 2 ആണ്. ഇങ്ങനെ ഒരുപാട് ലീഡർമാർ നമ്മൾ താഴത്തുണ്ടാവും. കാരണം ലോകത്തെ ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണി എന്ന് പറയുന്നത് ആളുകൾ മേക്കുന്നതാണ്. പോത്തിനെ മേക്കാനും ആടിനെ മേക്കാനും സുഖമാണ്, പക്ഷെ മനുഷ്യന്മാരെ മേക്കുക എന്ന് പറയുമ്പോൾ അവരൊരു യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ബാബു സാറൊക്കെ കൈയടിക്കുന്ന ഇങ്ങനെ തന്നെയാണ് സാർ, അത് പറയും, ഇത് തന്നെയാണ് കാര്യം. നമ്മുടെ ടീമൊക്കെ വേണ്ട കാര്യം അതാണ്. നമ്മളൊക്കെ നമ്മൾ നോക്കുക, നമ്മുടെ യൂണിറ്റി മസ്റ്റാണ്. യൂണിറ്റ് കൊണ്ടുവരണം. നമ്മൾ പറയുന്ന കാര്യത്തിൽ, ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒക്കെ ഒരു യൂണിറ്റ് കൊണ്ടുവരണം, ഐക്യം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യത്തിലും ചർച്ചകൾ ചെയ്യുമ്പോൾ കൂട്ടി ചെയ്യാം. കാര്യം പറയുമ്പോൾ എല്ലാവരും ചേർത്തി പറയാം, എല്ലാവരെയും അല്ലെ. ഒരു വിജയം വരുമ്പോ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ എന്റെ വിജയത്തിന് കാരണം എന്റെ ടീം കംപ്ലീറ്റ് ആണ് പറയുമ്പോൾ അവരുള്ളിൽ ഒരു വലിയ സന്തോഷമുണ്ട്. എപ്പോഴും നമുക്ക് സന്തോഷം വരുമ്പോൾ, ഇനി സങ്കടം വരുമ്പോ അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോ ഒരിക്കലും ടീമിനെ കുറ്റപ്പെടുത്തും ചെയ്യരുത്. അത് യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ എന്നെ കുറ്റപ്പെടുത്താം, എന്റെ പ്രശ്നമാണ് ഈ ബിസിനസ്സിൽ ഞാൻ തോൽക്കാൻ കാരണം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലോസിങ് നഷ്ടപ്പെടാൻ കാരണം ഞാനാണ്. എന്റെ സ്വന്തത്തെ പറഞ്ഞ പ്രശ്നം എന്താ? പല ആൾക്കാരും ടീമിനെ കുറ്റപ്പെടുത്തും അല്ലെ. ഓളത് ചെയ്തില്ല, ഇവളത് ചെയ്തില്ല, ഓനത് ചെയ്തില്ല, ഇപ്പം വിളിച്ചോടത്ത് വന്നില്ല. അങ്ങനെ പറയരുത്. നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുക. അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് യൂണിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. യൂണിറ്റി മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ യൂണിറ്റിക്ക് എന്തൊക്കെ വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു വെച്ചു. ആൻഡ് മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എസ് ഫോർ സ്പോക്കൺ വേർഡ്സ് മറക്കരുത്. ഞാൻ വെറുതെ അലക്കണതല്ല, കാരണം അത്യാവശ്യം റിസ്ക് എടുത്തൊക്കെ ഞാൻ പഠിച്ചുണ്ടാക്കുന്നത്. അപ്പൊ പറ്റുന്ന ആൾക്കാർക്ക് എഴുതി വെച്ചാൽ വളരെ സന്തോഷം. നിങ്ങളൊക്കെ വളരെ അഗ്രഗണ്യമായ ലീഡർമാരാണ്. ഓക്കെ, അപ്പൊ എസ് ഫോർ സ്പോക്കൺ വേർഡ്സ്, യു ഫോർ യൂണിറ്റി, ആൻഡ് ആർ ഫോർ അല്ലേ. ആർ ഫോർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, റിലേഷൻ. നല്ല കൂട്ടുകെട്ട് വേണം. പണ്ടൊരു വലിയ ഒരു പണ്ഡിതൻ, അതുപോലെ തന്നെ ഒരു വലിയ ഒരു ബിസിനസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ബിസിനസിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുമായി അസോസിയേറ്റ് ചെയ്ത 5 ആളുകളുടെ സ്വഭാവമായിരിക്കും. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വളർച്ച ഒക്കെ. ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ആരെയും മോശപ്പെടുത്തിയിട്ട് പറയില്ല, ഞാൻ ഉദാഹരണം വെച്ച് പറയാണ്. അപ്പൊ ആരെന്ത് ചെയ്ത് ആ രീതിയിൽ എടുക്കുക, അത് മൈൻഡോട് കൂടി എടുക്കുക. അപ്പൊ നമ്മളെ അയൽവാസി ഒരാൾ ബിൽ ഗേറ്റ്സ്, ഒരാൾ ബിൽ ക്ലിന്റൺ, ഒരാൾ വാറൻ ബഫറ്റ്, ഒരാള് ജെഫ് ബസോസ്, ഒരാള് നമ്മളെ അംബാനി. ഇതാണ് നമ്മുടെ അയൽവാസികളെങ്കിൽ നമ്മളെ സംസാരം മാറും അല്ലെ, നമ്മളെ ചർച്ച മാറും. നമ്മൾ ഫുള്ള് രാവിലെ എണീറ്റ് ബില്യണും മില്യണും വെച്ചിട്ടാണ് സംസാരിക്കുക. ഇപ്പൊ നമ്മളെ അയൽവാസികളെ നമ്മൾ കൂട്ടുകെട്ട് നോക്കുമ്പോൾ നമ്മൾ മാക്സിമം പറയാം, ഷവർമ കഴിക്കാൻ പോയാൽ എങ്ങനെ ഷെയർ ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ ചർച്ച അല്ലേ. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ പണ്ട് ആരോ പറഞ്ഞ പോലെ ചാരിയത് മടക്കും അല്ലെ. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, മൈ ലൈഫിൽ ഡയമണ്ടിനെ ചാരിയ ഡയമണ്ട് മണക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ആ രീതിയിൽ പറയാം. അപ്പൊ കൂട്ടുകെട്ട് മസ്റ്റാണ്. നല്ല രീതിയിൽ നിങ്ങൾക്കൊരു കൂട്ടുകെട്ടിന്റെ സ്വാധീനം അപാരമാണ്. കാരണം ലോകത്ത് ജയിച്ചൊരു വലിയ സമൂഹത്തോട് ചോദിച്ച സംഭവമുണ്ട്, നിങ്ങൾ ജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം, അതിലെല്ലാവരും ഒറ്റ പറഞ്ഞ സംഭവമാണ് നമ്മുടെ അസോസിയേഷൻസ്. അത് മസ്റ്റാണ്. എല്ലാവരും ഒറ്റ വാക്കിലും പറഞ്ഞത് അസോസിയേഷൻ, റൈറ്റ് അസോസിയേഷൻ, നല്ല ബന്ധം. അപ്പൊ നമ്മളെ ബിസിനസ്സിൽ പോകുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, നിങ്ങളുടെ കൂടെ പല ജാതി പല വിഭാഗം ആളുകൾ വരും അല്ലെ. പല ആൾക്കാർ, ചില ആൾക്കാർ നമ്മൾ സാധാരണ പറയാറുണ്ട്, ചില ആൾക്കാർ വായപ്പിണ്ടി പോലെയാണ്, ചില കർപ്പൂരം പോലെയാണ്, ചില ആൾക്കാർ തീക്കങ്ങൾ ഉണ്ടാവും അല്ലെ. വായപ്പിണ്ടിന്റെ സ്വഭാവം എന്താണ്? എത്ര കത്തിച്ചാലും വായപ്പിണ്ടി കത്തൂല. രണ്ടാമത് കർപ്പൂരാണ്, ഒരു ആളിക്കത്തലാണ്, പിന്നെ സാധനം കത്തൂല, ഫസ്റ്റ് കത്തൽ. മൂന്നാമത്തെ സ്വഭാവമാണ് തീക്കനല്. അതായത് എപ്പോഴും എന്തുണ്ടാവും, ഒരു എരിയുന്ന കനലുണ്ടാവും. അവരാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കൂട്ടുകെട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ കൂട്ടുകെട്ട് അതുമായി ബന്ധപ്പെടണം. കാരണം മൈ ലൈഫിൽ ലീഡർമാരുമായിട്ട് കൂട്ടുകെട്ടുണ്ടായാൽ മൈ ലൈഫിൽ വിജയിക്കാൻ പറ്റും. മൈ ലൈഫ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പോയാൽ നിങ്ങൾ മൈ ലൈഫിൽ കൊടുക്കും. നിങ്ങൾ ഇവിടെ പോസിറ്റീവ് ആവും, ഇവിടെ നേരെ പോണത് കൊടുക്കാണ് നെഗറ്റീവ് ചാർജിലേക്കാണ്. അവിടെ പോയി നിങ്ങൾ കൂട്ടുകെട്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് കിട്ടും. നിങ്ങൾ എന്താവും, ഈ ബിസിനസ്സിൽ വീണ്ടും പുറകോട്ടടിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബന്ധം സ്ഥാപിക്കേണ്ടതും എപ്പോഴും കണക്ഷൻ വേണ്ടതും ലീഡേഴ്സുമായിട്ടാണ്. അതിനാണ് നമ്മൾ RTP പ്രോഗ്രാമുകളൊക്കെ, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. എന്നാൽ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം 2 ദിവസം അവിടെ പാർപ്പിടം വരെ ഒരുക്കി, അവിടെ കൃത്യമായിട്ട് ഒരേ ദിശയിലേക്ക് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം. അവിടെ നിങ്ങൾക്ക് വലിയ പോസിറ്റീവ് എനർജി ഉണ്ടാക്കും അല്ലേ.
കാരണം നമ്മുടെ ബ്രെയിനിലേക്ക് 24 ആണ് ഒരു കാര്യം നിൽക്കുന്നതെങ്കിൽ അടുത്ത 24 ഒരു വ്യക്തിയുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ കാര്യം പോകുന്നില്ല. ഇത് മുബീൻ മുഹമ്മദ് വരെ നമ്മളൊക്കെ സ്വപ്നതുല്യത്തോളം അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ പോലെ ആവാനാണ്. അദ്ദേഹത്തെക്കാൾ ഉയരാനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പോലും. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ മോട്ടീവ് ആക്കുന്ന വ്യക്തിയാണ് മുബീൻ സാർ. പണ്ടിലേക്ക് ഇപ്പൊ അടുത്ത് ഒരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ചെറിയ ലീഡേഴ്സുമായി ഇരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു വ്യക്തിയെ അസോസിയേറ്റ് ചെയ്യാൻ പോണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്കൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ടീം വളരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം. നമ്മൾ വിത്ത് വാങ്ങിപ്പോ പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ പണിയാ. നമ്മുടെ വാക്ക് പറഞ്ഞത് നമുക്ക് പാലിക്കണം, നമ്മളെ കാര്യങ്ങൾ ചെയ്യണം, ഒക്കെ ശരിയാണ്. അതൊക്കെ പുറം നമുക്ക് വേറെ പ്രയോറിറ്റി വേറെ ഉണ്ട്. നമ്മളൊരു വ്യക്തി അസോസിയേറ്റ്, ഉദാഹരണം ഞാനിതില് നമ്മുടെ ഹബീബ് സാറിന് സ്ക്രീൻ കാണുന്നുണ്ട്. ഹബീബ് സാറിനാണ് അസോസിയേറ്റ്. ഹബീബ് സാർ കിടക്കുന്നത് കോഴിക്കോടാണെങ്കിൽ ഈ കോഴിക്കോട് പോയി ഞാൻ ടീം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 3 വീക്കെങ്കിലും ചുരുങ്ങിയത് ഞാൻ അവിടെ പാർക്കണം, അവിടെ നിൽക്കണം, നിന്നുകൊണ്ട് ടീം ബിൽഡ് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാല് ഈ വ്യക്തി ഇതിനുള്ളിൽ ചാർജിലാക്കണം, ഇയാൾ നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ ഉള്ളൂ. സാറ് പറഞ്ഞത് രാത്രി 12 മണിയാവും പ്ലാനൊക്കെ കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. രാവിലെ അവര് സുബഹിക്ക് 4:30 മണിക്ക് എണീക്കുമ്പോ ആദ്യം കണി കാണുന്നത് മുബീനേക്കാരം. അപ്പൊ അവർ ചോദിക്കും, സാറ് 3 മണിയായിട്ടുള്ളൂ, 4 മണിയായിട്ടുള്ളൂ. അപ്പൊ സാറ് പറയും നോ മാറ്റർ. സാറ് പോയിരിക്കും. സാറ് പോയിട്ട് എന്ത് ചെയ്യും? ബുക്ക് എടുത്ത് ബുക്ക് വായിച്ചു കൊടുക്കും. അവരുമായിട്ടൊരു ഇന്ററാക്ഷൻസ്. അതായത് ഇത്രയേ ഉള്ളൂ അവിടെ കാണിക്കുന്നത്. അതിൽ എനിക്ക് മനസ്സിലായത് അസോസിയേഷൻ ഒരിക്കലും തെറ്റരുത്. അവർ അസോസിയേഷൻ ആരായി മാറണം? ഞാനായി മാറണം. എന്നെ കണ്ട് പഠിക്കണം, എന്നിലൂടെ വളരണം അവര്, എന്നിട്ട് അവര് ബിസിനസ് ചെയ്യിക്കണം. ദാറ്റ് ഈസ് ദ റൈറ്റ് അസോസിയേഷൻസ്. ഇതുപോലെ നിങ്ങൾ ലീഡർമാരുമായിട്ടാണ് അസോസിയേഷൻ സ്ഥാപിക്കേണ്ടത്. ലോകത്ത് ഒരുപാട് ആൾക്കാർ, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ഏകദേശം 10, 50, 40, 30, 25 ഒക്കെ വയസ്സുള്ള ആളുകളുണ്ട് അല്ലെ? ഏറ്റവും കൂടുതൽ 21 വയസ്സിൽ പയ്യന്മാർക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ 21 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് വന്നു. ഈ ഫ്രണ്ട്സിനെ ഒഴിവാക്കാനും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ നമ്മൾ ജീവിതത്തിൽ ഫിനാൻഷ്യലി എന്ത് നേടി? ഫൈനാൻസ് ഫ്രീഡത്തിന് വേണ്ടി എന്ത് നേടി? അതൊരു ചോദ്യചിഹ്നമാണ്. ആ രീതി നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും ആ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിന്റെ പ്രയോറിറ്റി കൊടുക്കുക. ഫ്രണ്ട്സിനെ ഒഴിവാക്കാനല്ല, ആ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് നേടാൻ സാധിക്കും? അതുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിലും ഫൈനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കണമെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് ഉദ്ദേശിച്ച സമയത്ത് എത്തണമെങ്കിലും നിങ്ങളുടെ അസോസിയേഷൻസ് കറക്റ്റ് ആവണം. റൈറ്റ് അസോസിയേഷൻ മസ്റ്റ് ആണ്. ഓക്കെ, നല്ല രീതിയിൽ കൂട്ടുകെട്ടം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു പോസിറ്റീവായി ചിന്തിക്കുന്ന, എല്ലാത്തിനെ കുറിച്ച് പോസിറ്റീവായി പറയുന്ന, അല്ലെ? നമ്മൾ സാധാരണ പറയാറുണ്ട്, എല്ലാവരെയും കുറ്റപ്പെടുത്തില്ല, ലേഡീസ് ഒക്കെ ഇപ്പൊ നന്നായിട്ടുണ്ട്. കാരണം മൈ ലൈഫ് വന്നുകൊണ്ട് നമ്മളെ പണ്ടത്തെ 4 മണി കൂടുന്ന ആ ഇറച്ചി തീറ്റല്ലേ, പച്ചിറച്ചി തിന്നുന്ന സ്വഭാവം കുറെ ആൾക്കാർ എന്തായിട്ടുണ്ട്. പണ്ട് 4 മണിക്ക് മൊബൈൽ വന്ന പിന്നെ കുറെ നന്നായിട്ടുണ്ട് ലോകം. മൊബൈൽ ഇല്ലാത്ത ലോകത്തിന് ഓർമ്മ എന്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അല്ല 4 മണിയാകുമ്പോ 5 മണിയാകുമ്പോ അപ്പുറത്ത് പോയിരിക്കും. എന്താ സ്മൈൽ ബാങ്ക് കൊടുക്കുവോളം എന്താ പരിപാടി? ആൾക്കാർ പച്ചിറച്ചി നല്ല പരിപാടി. അപ്പൊ അതൊക്കെ കുറച്ച് കുറഞ്ഞു. മൊബൈൽ വന്നപ്പോ കുറച്ച് കുറഞ്ഞു. ഇപ്പൊ മൈ ലൈഫ് വന്നപ്പോ കുറച്ചുകൂടി കുറഞ്ഞു. കാരണം 6:30 എന്താ ലേഡീസ് ഒക്കെ വീട്ടിലെത്തുള്ളൂ. അവരെ കൂട്ടുകൂടാൻ സമയമില്ല. അതുകൊണ്ട് ഈ കുടുംബശ്രീയും അയൽക്കൂട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് എന്നെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, സോറി ഞാൻ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒരു കോമഡി പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് നമ്മുടെ അസോസിയേഷൻസ് എപ്പോഴും പോസിറ്റീവായിട്ട് പറയുന്ന, പോസിറ്റീവായി ചിന്തിക്കുന്ന, പോസിറ്റീവായി കാണുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. എന്ത് കണ്ടാലും നെഗറ്റീവ് അങ്ങനത്തെ ഒരു ദയവ് ചെയ്ത് മാറി നിൽക്കുക. കൊറോണയെക്കാളും ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ് അല്ലെ? ഒരു ഉദാഹരണം പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കാണ്ട് ഹോളിൽ. അപ്പൊ അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ മൂലക്കിരിക്കണ്ട. അങ്ങനെ മറ്റേ വല്യപ്പാര് പണ്ട് കല്യാണത്തിന് പോയ മക്കളുണ്ടാവും ചില ആൾക്കാർ അല്ലെ? എന്തെങ്കിലും ചർച്ച എന്നറിയോ? ആ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർ പച്ചർച്ച് മൊത്തം നിന്നിട്ടുണ്ടാവും. എങ്ങനെ? അല്ലെങ്കിൽ ഓൻ അവിടെ പ്രസന്റ് ചെയ്ത് ശരിയായിട്ടില്ല. സംഭവം ഇയാൾക്ക് ഇതുപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഐ മീൻസ് ഇങ്ങനെ കുറെ ആൾക്കാരോ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് കാണുന്ന ആൾക്കാർ. നമ്മൾ മൈ ഡിയേഴ്സ്, നമ്മളെ പോസിറ്റീവ് തിങ്കിങ് ഉപയോഗിക്കണം. പോസിറ്റീവായി ചിന്തിക്കുന്ന, പോസിറ്റീവായി പ്രവർത്തിക്കുന്ന. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചില പ്ലാനിന് പോണ സമയത്ത് ചില ആൾക്കാർ മുമ്പിൽ നിന്ന് ഞാൻ തന്നെ കുഴഞ്ഞു പോകും. അത് ശരിക്കുള്ള സൈക്കോളജിയാണത്. നമ്മൾ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ പോസിറ്റീവ് പോലെയാണ് നമ്മളത്. അതിന് നമുക്കൊരു മന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് മന്ത്രമൊന്നും ആവശ്യമില്ല. ഒരാളോട് ഇപ്പൊ ഞാന് സതീഷ് സാറോട്, സോറി ഇട്ട ഞങ്ങള് മോശം പറഞ്ഞില്ല, സതീഷ് സാറ് മുമ്പിൽ ചെയ്ത് സംസാരിക്കുക. അപ്പൊ സതീഷ് സാർ കട്ട നെഗറ്റീവ് ഉള്ള ആളാണെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്, അതായത് നമ്മളെ തുലാസ് താന്നു പോവും, ഞാൻ നെഗറ്റീവായി മാറും. അത് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ പ്ലാനിന് പോകുമ്പോഴൊക്കെ? അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാലോ, പ്ലാനിന് പോകുമ്പോൾ നെഗറ്റീവ് അല്ലാതെ സംസാരിക്കുന്നത് വേഗം എസ്കേപ്പ് ആവുക. അവിടെ ഇരിക്കരുത്. അവിടെ ഇന്ന് അന്നത്തെ ദിവസം പോയി, കംപ്ലീറ്റ് പോയി, നസ കുസായി, നമ്മളത് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യരുത്,
പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ കൂട്ടുകൂടുക, അവർ സംസാരിക്കുക, പോസിറ്റീവ് സംസാരിക്കുന്ന, ഡ്രീമിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുമായിട്ട് എപ്പോഴും കൂട്ടുകൂടുക. അപ്പൊ നിങ്ങൾ ഡ്രീമറായിട്ട് മാറും. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, വരുമാനത്തെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ കുറിച്ച്, അതല്ല കഴിഞ്ഞ ആഴ്ച വരുമാനം വന്നില്ല, കറണ്ട് ബില്ല് അടച്ചില്ല, അങ്ങനത്തെ പറഞ്ഞതിന് മുമ്പ് കൂടല്ല, അവരെ മാറ്റി വെക്കി, അവിടുന്ന് വേഗം എസ്കേപ്പ് ആവുക. അത് മാറിയിരിക്കുന്ന ഞങ്ങൾക്ക് ഇലക്ട്രിക്കിന്റെ ഗാരേജ് തുടങ്ങണം, വാഹനത്തില് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്റ്റേഷൻ തുടങ്ങണം, അതിനെ കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം ഇന്നാലുള്ള പ്രൊജക്റ്റില്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കൂടെ എന്ത് ചെയ്യുക, കൂട്ടുകൂട്ടുക. കടങ്ങളും പായേറും പ്രശ്നങ്ങളും പറഞ്ഞ ആൾക്കാർ ദയവച്ച് കൂട്ടുകൂടില്ല, നമ്മളും കടകൾ ആൾക്കാർ മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ അസോസിയേഷൻ കറക്റ്റ് ചെയ്യണം. വിജയിക്കാൻ ഒരു വലിയ കുതിച്ചാട്ടത്തിന് നിർബന്ധമായുള്ള സംഭവമാണെന്ത്, റൈറ്റ് അസോസിയേഷൻ. ആൻഡ് G4 എന്ത് പറഞ്ഞു, ഇതിൽ പറഞ്ഞ സംഭവങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. S for സ്പോക്കൺ വേർഡ്സ്, U for യൂണിറ്റി, R for റൈറ്റ് അസോസിയേഷൻസ്, ആൻഡ് G for റിട്ടൺ ഗോൾസ്. ലക്ഷ്യങ്ങൾ വേണം, എഴുതി വെക്കപ്പെട്ട ലക്ഷ്യങ്ങൾ വേണം. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങളെ നമ്മൾ പറയാറുണ്ട്? ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് സ്മാർട്ട് ആവണം. എന്താണ് സ്മാർട്ട്? പല ലീഡർമാർ സംസാരിച്ചതാണ്, സ്പീഡായിട്ട് ജസ്റ്റ് പോയി തരാം. ഓൾറെഡി സമയം പോയിക്കൊണ്ടിരിക്കുന്നത്, ഒക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യാനുള്ളതാണ്. സോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. സ്മാർട്ട് ആയാലും ഗോൾ അല്ലേ? എന്താണ് സ്മാർട്ട് ഗോൾസ്? സ്മാർട്ട് എന്ന് പറയുമ്പോൾ S സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക് അല്ലേ? സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായ ഗോള് അല്ലേ? നമുക്ക് ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് ഉദാഹരണം നമുക്കൊരു യൂണീക്ക് എന്ന് പറയാൻ പറ്റും അല്ലേ? ഒരു യുണീക്കായ ലക്ഷ്യങ്ങളാണ് അല്ലെ? ഒന്നുമില്ലെങ്കിൽ സ്പെസിഫിക്, ഒരു പ്രത്യേകതമായുള്ള ഒരു ഗോള്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം, സ്പെസിഫിക് ആയിരിക്കണം, സ്പഷ്ടമായിട്ട് അതിനെ കുറിച്ച് അറിയണം. ദാറ്റ് ഈസ് സ്പെസിഫിക് ആയിട്ടുള്ള ഗോളുകൾ അല്ലെ? നിങ്ങൾ എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ള ഒരു രീതി വേണം. ഉദാഹരണം ഒരാൾ എന്ത് ചെയ്തു, ഒരു ഉദാഹരണം ഡ്രീമിനെ നമ്മൾ ഗോളാക്കി സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതാണ്, എനിക്ക് ലംബോർഗിനി വാങ്ങണം. ലംബോർഗിനി അല്ല, ഗിരിപ്പന്നി ലംബോർഗിനി ഒരു വാഹനമാണ്. ഈ ലംബോർഗിനി എഴുതുമ്പോൾ ഏത് കളർ, എത്ര അതിന്റെ പ്രൈസ്, അതുപോലെ തന്നെ എന്ന് വാങ്ങും, ഡേറ്റ്, അത് ഗോളാക്കി സെറ്റ് ചെയ്യും. അങ്ങനെ വേണം. ഏത് കളർ, എത്ര റേറ്റ്, അതുപോലെ തന്നെ ഏത് സമയത്ത് ഏത് റാങ്കിൽ എത്തുമ്പോൾ വാങ്ങണം. ഇതിനെ കുറിച്ചൊരു ആ പ്രൊഡക്റ്റിനെ കുറിച്ച്, ആ ഒരു വാങ്ങുന്ന സാധനത്തെ കുറിച്ചും നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു ബോധം വേണം. അതാണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോ ചെയ്യും, എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്, എന്ത് വേണ്ടി ചെയ്യുന്നു, അതൊക്കെ വേണം. ചില ആൾക്കാര് ഉദാഹരണം മുബീൻ സാർക്ക് അറിയാത്തോണ്ടല്ല, മുബീൻ സാർക്ക് ഓട്ടാൻ നേരെ ഇല്ലാത്തോണ്ടാണ്. മുമ്പ് എന്ത് മേടിച്ചു, ഈ സമയത്ത് നമുക്ക് ഒരു 10 ലക്ഷം അഡ്വാൻസ് കൊടുത്തതിന് നമ്മുടെ മെർസിഡീസിന്റെ മേബാക്ക് അല്ലെ, മേബസ് എന്ന് പറയുന്ന വണ്ടി. സോ ഇതുപോലെ നമുക്ക് ഈ വണ്ടി വാങ്ങുന്നത് എന്തിനാണ്, അത് നമുക്ക് അറിയണം. ചിലക്കാർ വെറുതെ ഒരു ഡ്രീം ചെയ്തു, വെറുതെ വാങ്ങുക. അപ്പൊ അതിനൊരു വ്യക്തത അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങളെ ഗോൾ സെറ്റ് ചെയ്യണത്. രണ്ടാമത്തത് നമ്മുടെ സ്മാർട്ട് ഒരു M ആണ്, മെഷറബിൾ അല്ലെ? അപ്പൊ അതിന് അളവ് എത്ര, അതിന് തുക എത്ര, ഐ മീൻ അതിന്റെ പ്രൈസ് എത്ര, അതിന് എത്ര വില വരും, അപ്പൊ അതെത്ര മോഡിഫൈ ചെയ്തെടുക്കുമോ സമയത്ത് എത്ര ക്യാഷ് വരും എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അതുപോലെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്രത്തോളം, എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ അറിയണം. ഒരു മെഷറബിൾ ആയിരിക്കണം. ഉദാഹരണം ഞാൻ NTC റാങ്കിൽ എത്തുമ്പോ എന്റെ കയ്യിൽ ഇന്നാലെ വണ്ടി വരും, അതൊരു മെഷറബിൾ ആണ്. ഏത് റാങ്ക്, ഏത് സമയം, എന്തൊക്കെ, അതാണ് അളവും കോലും കറക്റ്റ് ആവണം. മെഷറബിൾ ആയിരിക്കണം നിങ്ങളുടെ ഗോള്. ഓക്കെ, ഇത് കേട്ടുകൾ ആരൊക്കെ ഉറങ്ങുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഉറങ്ങരുത്. മെഷറബിൾ ആയിരിക്കണം, അളക്കാവുന്ന തരത്തിലായിരിക്കും നമ്മുടെ ഗോള് സെറ്റ് ചെയ്യേണ്ടത്. സ്മാർട്ട് ആവുമ്പോൾ S for സ്പെസിഫിക്, M for മെഷറബിൾ, ആൻഡ് A for അറ്റൈനബിൾ, അച്ചീവബിൾ എന്നൊക്കെ പറയാൻ പറ്റും. നേടാൻ പറ്റുന്നതായിരിക്കണം അല്ലെ? മൊബൈൽ സാർ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, ചന്ദ്രനിൽ ഞാനൊരു വീട് വെക്കാൻ പോവാണ്. ചില സ്വപ്നമാണ് ചന്ദ്രനിൽ. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറ്റൈനബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, വായി വരും ഒരു കാലം. അപ്പൊ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതേ. ചില കാര്യം പറയുമ്പോ നമ്മൾ സാധാരണ മനോസാർപ്പണം പറഞ്ഞ സംഭവമാണ്, വലിയ തൊള്ളയും ചെറിയ സ്വപ്നവും, വലിയ തൊള്ളയും ചെറിയ സ്വപ്നവും. എന്തൊക്കെയോ നേടണം, പക്ഷെ വർക്ക് ഉണ്ടാല് അല്ലെ? ടെൻസാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ വർക്ക് കണ്ടാല് പൂരത്തിന് മേടിച്ച കാറ് പോലെ മേടിച്ചാൽ വർക്ക് ചെയ്യൂല. ആ രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യും ആകരുത്. സോ അറ്റൈനബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, നമ്മളെ കൊണ്ട് ഇത് നേടാൻ പറ്റുന്ന കാര്യമായിരിക്കണം. അതാണ് ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ സ്മാർട്ടിൽ പറഞ്ഞു S for സ്പെസിഫിക്, M for മെഷറബിൾ, ആൻഡ് A for അറ്റൈനബിൾ, അച്ചീവബിൾ എന്നൊക്കെ പറഞ്ഞു അല്ലെ? ഇനി പറയുന്നത് R ആണ് അല്ലെ? R for
റിലവന്റ് അല്ലെ, അതായത് പ്രസക്തമായ ഒരു സാധനം, ആ സമയത്തിന് ആ കാലത്തിനൊക്കെ യോജിച്ച ഒരു സംഭവമായിരിക്കണം. നിങ്ങൾ സന്ദർഭോചിതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഗോളാക്കി സെറ്റ് ചെയ്യേണ്ടത്, ആ സന്ദർഭത്തിന് യോജിച്ചിട്ട്. ഉദാഹരണം, നിങ്ങൾ ഏത് റാങ്കിൽ എത്തുന്ന സമയത്ത് ആ റാങ്കിനോട് ബന്ധപ്പെട്ടൊരു കാറൊക്കെ എടുത്താൽ മതി. ആഴ്ച വരുമ്പോൾ 2500 കാർ ബെൻസ്, അത് റിലവന്റ്, അത് റിലവന്റ്. ആഴ്ച വരുമ്പോൾ 2500 കിട്ടുമ്പോൾ ഒരു സ്കൂട്ടി മതി, അയമക്ക് പോയാൽ മതി അല്ലെ. അപ്പോഴെ മാസം വരുമ്പോൾ 8000 അടവൊക്കെ പോവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് റെലവന്റ് ആയിട്ടുള്ള ഒരു ഗോളാവണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ S for specific, M for measurable, A for attainable, achievable, and R for relevant, and T for time bounded. അല്ലെ, ഗോൾ എന്തായിരിക്കണം, ടൈം ബൗണ്ടർ ആയിരിക്കണം. എന്ന് എപ്പോൾ നേടും. ഉദാഹരണം, റാങ്കിനെ ഗോളാക്കി സെറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ TC എന്ന് പറയുന്ന റാങ്ക് ഉണ്ട് അല്ലെ. ബെറി സ്റ്റാർ മുതൽ ബെറി ഡബിൾ സ്റ്റാർ, ഫാസ്റ്റ് ട്രാക്ക് 2 ബ്രാഞ്ചിൽ 25,000 മാച്ച് ചെയ്യുമ്പോൾ ബെറി സ്റ്റാർ, 50,000 ബിസിനസ് മാച്ച് ചെയ്യുമ്പോൾ ബെറി ഡബിൾ സ്റ്റാർ, 1,00,000 ബിസിനസ് മാച്ച് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ട്രാക്കർ, 2,50,000 ബിസിനസ് മാച്ച് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് ടീം കോർഡിനേറ്റർ. ഒരു ഉദാഹരണം. അപ്പൊ സ്റ്റാർട്ടിംഗ് വിചാരിക്കാൻ ടീം കോർഡിനേറ്റർ എന്നാകണം. അപ്പൊ അതിനൊക്കെ വരണം, ടീം കോർഡിനേറ്റർ ആവണം നാളെ തന്നെ. അത് റിലവന്റ് ആണോ ചോദിച്ചാൽ അല്ല എന്ന് പറയാം, ആവൂല ചോദിച്ചാൽ ആവൂല എന്ന് പറയാൻ പറ്റില്ല. 2,00,000 ക്ലോസ് ചെയ്താൽ മതി. പക്ഷേ അതിനെ കൃത്യമായിട്ട് ടൈം ബൗണ്ടർ ആയിരിക്കണം. അതിനാ നേരത്തെ പറഞ്ഞത്, വേണമെന്ന് വിചാരിച്ചാൽ ഇന്ന് അസോസിയേറ്റ് വ്യക്തിക്ക് ഈ മാസം പൂർത്തിയായ മുമ്പായിട്ട് എന്താകാം, സിമ്പിൾ ആയിട്ട് ടീം കോർഡിനേറ്റർ ആകാം. 2,00,000 ബിസിനസ് വോളിയം വന്നാൽ മതി. അപ്പൊ ഒരു ടൈം ബൗണ്ടർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം, ഒരു സമയം അതിന് നിശ്ചയിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെർച്ചിലെ തന്നെ നമ്മൾ തിരിച്ചു വരികയാണ്. ഒരു കുതിച്ചാട്ടം പറയും സെർച്ച് അല്ലെ. സെർച്ചിലെ 3ാമത്തെ ലെറ്റർ 4ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് G ആണ്. റിട്ടേൺ ഗോൾസ്, എഴുതി വെക്കപ്പെട്ട ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ വേണം. ഓക്കെ. ദെൻ E ഫോർ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ വേണം. ചില ആൾക്കാർക്ക് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞതില് ഒരാളെ കുറിച്ച് എന്ത് ചെയ്യരുത്, നമ്മള് അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യരുത്, ഓവർ എസ്റ്റിമേറ്റും ചെയ്യരുത്. അവിടെ നമുക്ക് വലിയ നിരാശ വരും അല്ലെ. ഒരാളെ പറ്റി അവനെ വന്നാൽ മല മറിച്ചു. എനിക്ക് ഓർമ്മ, എന്റെ പണ്ടൊരു ഡിസ്ട്രിബ്യൂട്ടർ, പേര് പറയുന്നില്ല, അവരൊരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് എന്തോ വർക്ക് ചെയ്യായിരുന്നു. ഇവിടെ അതിന്റെ കോഴിക്കോട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ആ വ്യക്തി ഇതേമാർക്ക് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നാനീഫിനെ കുറിച്ച് പഠിച്ചു പറഞ്ഞു, ഇത് എന്റെ ബോസിന് ഇഷ്ടപ്പെട്ട, പിന്നെ കണ്ടെയ്നർ എന്താവും പോകും. എന്റെ മനസ്സിൽ ലഡുപൊട്ടി. പണ്ട് ഇസ്മാൽ സാർ ഉദാഹരണം പറഞ്ഞേക്ക്, എന്റെ 210 തുപ്പാൻ പോകുമ്പോൾ പിന്നാലെ പോകും, 210 മൂത്രയ്ക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് പോകും. ഇതേമാർക്ക് വിടാതെ നമ്മൾ കുടിച്ച ഒരു പിന്നാലെ കൂടിയ ആളായിരുന്നു ഈ വ്യക്തി. കാരണം എന്റെ കണ്ടെയ്നറാണ് പോണത്. 95 കണ്ടെയ്നർ, ചില്ലറ കണ്ടെയ്നർ അല്ല, ബോസിന് ഇഷ്ടപ്പെട്ട 95 കണ്ടെയ്നർ അങ്ങനെ പോകും. കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകും. ഓക്കെ. അപ്പൊ ഞാനും വിചാരിച്ചു, എന്ത് പഠിച്ചവനെ, കണ്ടെയ്നർ ഒന്ന് പോയാൽ ഞാൻ ITC ആവും അല്ലെ, 2 പോയി ഞാൻ GTC ആവും. ഞാൻ അത് കൂട്ടിക്കൊണ്ടിരിക്കാം. ആ ശാഖ ബിസിനസ്സിലില്ല. ചുരുക്കി പോരാ, അത്രേ ഉള്ളൂ. അപ്പൊ ആരെ കുറിച്ച് തലമ കേട്ടാൻ നിൽക്കണ്ട. ഇപ്പം വലിയ സംഭവമാണ്, ആരെ കുറിച്ചും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഓനെ കൊണ്ടൊന്നും പറ്റൂല അങ്ങനെ വിചാരിക്കണ്ട. ഒരു തവസ്സുത്ത്, എല്ലാ മതങ്ങളും പറയുന്നത് മിതത്വം അല്ലെ, സമത്വം മിതത്വം എന്ന് പറയുമ്പോൾ ഒരു മിതത്വം നിർബന്ധമാണ്. ഒരു മിതത്വത്തിൽ നമുക്ക് ആളെ കണ്ടാൽ മതി, വന്നാൽ നമുക്ക് അവരുടെ കൂടെ പ്രവർത്തിക്കാം എന്നുള്ള രീതി, അവരെ വരുത്തണം എന്നുള്ളതും വേണം. ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യരുത്, അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യരുത്. ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആളുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. 1. 2, നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ വേണം, ഒരു പ്രതീക്ഷ വേണം അല്ലേ. അപ്പൊ പലപ്പോഴും പ്രതീക്ഷ പറ്റുന്ന സമയത്ത്, നമ്മുടെ ശൈലേഷ് സാറ് ഭാഷ പറഞ്ഞാല് ആ ഒരു ഉദാഹരണം പറയില്ല, ഒരു റൂമിലേക്ക് ഒരു കുട്ടി ഒളിച്ച് കളിക്കുന്ന സമയത്ത്, ചുരുക്കി പറയാണ്, ഒളിച്ചു കളിക്കുന്ന സമയത്ത് അവര് ജ്യേഷ്ഠ അനിയത്തിയാണ്, അവര് നമ്മളെ എന്താ പറയാ, ഹൈഡ് ആൻഡ് സീക്ക് എന്ന് ഇംഗ്ലീഷ് പറയാം. ഒളിച്ചു കളിക്കുക, ഹൈഡ് ആൻഡ് സീക്ക്. ഞാൻ വിളിക്കുക, നീ കണ്ടുപിടിക്കുക. ആ കളി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുട്ടി ആദ്യം ഒളിച്ചപ്പോ കണ്ടെത്തി. അങ്ങനെ അവസാനം 5-6 പ്രാവശ്യം ഏട്ടത്തി കണ്ടുപിടിച്ചപ്പോ 6ാമത്തെ പ്രാവശ്യം കുട്ടി കണ്ടുപിടിക്കുന്നത് വിചാരിച്ച് ഒരു ഇരുട്ട് റൂമിലേക്ക് കയറി. ഇരുട്ട് റൂമിൽ കയറുമ്പോൾ ഫുള്ള് ഇരുട്ട്, അവിടെ ആരും കയറില്ല. സാധാരണ അത് അടച്ചിരുന്ന റൂമാണ്. അവിടെ കയറിയ സമയത്ത് ആ റൂമിൽ ഭയങ്കര ഇരുട്ട്. അവിടെ ഒരു മൂലയിൽ ചെറിയ 3 വെളിച്ചം കാണുന്നുണ്ട്. അവിടെ പോയപ്പോ 3 മെഴുകുതിരികളാണ്. മെഴുകുതിരികൾ 3 അപ്പൊ അതിലൊന്ന് നമ്മുടെ സ്നേഹത്തിന്റെ പ്രതീകമാകുന്ന മെഴുകുതിരിയിലാണ് അല്ലെ. സ്നേഹം ഒരു മരിച്ചാലും എന്ത് ചെയ്യും, മെഴുകുതിരി കത്തിക്കും. അപ്പൊ സ്നേഹത്തിന്റെ പ്രതീകമാണ് ഒരു മെഴുകുതിരി. 2ാമത്തെ മെഴുകുതിരി വിശ്വാസത്തിന്റെ മെഴുകുതിരിയാണ്. ഓക്കെ. അപ്പൊ ഈ സ്നേഹത്തിന്റെ മെഴുകുതിരി എന്ത് ചെയ്തു, അവർ പറഞ്ഞു, ഈ വലിയ അക്രമാസക്തമായിട്ടുള്ള ഈ ലോകത്ത് അല്ലേ എന്തില്ല,
സ്നേഹിക്കാന്ന് ആരെ കിട്ടുന്നത്? സ്നേഹത്തിന് മെഴുകുതിരി കിട്ടും, ഒരു മെഴുകുതിരി കിട്ടും. അപ്പൊ വിശ്വാസത്തിന് മെഴുകുതിരിയാണ് അടുത്തുള്ളത്. അടുത്ത മെഴുകുതിരി പറഞ്ഞു സ്നേഹമില്ലാത്ത ലോകത്ത് ജനങ്ങൾക്കിടയിൽ എന്തുണ്ടാവില്ല? വിശ്വാസം ഉണ്ടാക്കി. അപ്പൊ രണ്ടാമത്തെ മെഴുകുതിരി എന്ത് ചെയ്തു? അണഞ്ഞുപോയി. മൂന്നാമതൊരു മെഴുകുതിരി ഉണ്ട്. കുട്ടിക്ക് ആകെ പേടിയായി, 2 മെഴുകുതിരി ഇട്ടു. മൂന്നാമതൊരു മെഴുകുതിരി എത്തിയിട്ടുണ്ട്, അതാണ് പ്രതീക്ഷയുടെ മെഴുകുതിരി. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ പ്രതീക്ഷയാകുന്ന എന്റെ മെഴുകുതിരി എടുത്ത് വിശ്വാസത്തെയും സ്നേഹത്തിനും ഒന്ന് കത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി അവിടുന്ന് രക്ഷപ്പെടുന്ന കഥ അത് സൂചിപ്പിക്കുന്നത് നമുക്ക് എപ്പോഴും പ്രതീക്ഷമാണ്. ഒരാൾ പോയാൽ ഒന്നും ആവൂല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ ഒരു ടീം STS ലെവലിൽ മൊത്തം കൊഴിഞ്ഞു പോരാ. ഒരു പ്രതീക്ഷയുടെ മുകളിലും എന്റെ ലീഡർമാരുള്ള വിശ്വാസത്തിന്റെ മുകളിലും ഞങ്ങൾ ആദ്യം പ്രതീക്ഷ, അതുകൊണ്ട് ആ വിശ്വാസം കത്തിച്ചു, അതുകൊണ്ട് സ്നേഹം ഉണ്ടാക്കി, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഏകദേശം 6 കോടിയോളം ബിസിനസ് ക്യാഷ് പർച്ചേസ് കംപ്ലീറ്റ് ചെയ്തൊരു ആർട്ടിസ്റ്റ് റാങ്കിൽ നിൽക്കുന്നുണ്ട്. STC സംഭവിച്ചത് ചടപടെ പോവുകയാണ്. പെട്ടെന്ന് ബ്രേക്ക് പഠിച്ചു തരുന്നുണ്ട്, പരീക്ഷ തരുള്ളൂ, താഴ്ച. ആ സമയത്ത് താഴ്ന്ന് ഇരുന്നിർത്തു, പക്ഷെ കുത്തി എണീറ്റു. അവിടുന്ന് എണീക്കാൻ കാരണമുണ്ട്. ഗോള് കറക്റ്റായിരുന്നു, പർപ്പസ് കറക്റ്റായിരുന്നു, എനിക്ക് ജയിക്കണം അതിയായ വാശി കറക്റ്റായിരുന്നു. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ വന്നു, ഒരു പ്രതീക്ഷ വരണം, എനിക്ക് ജയിക്കാൻ സാധിക്കും, എനിക്ക് ഇനി പുതിയ വരാനുണ്ട്, ഒരു പ്രതീക്ഷ എപ്പോഴും വരണം. ഒന്ന് പോയാൽ ഒന്ന് വരും അല്ലെ? ഒരു വാതിൽ അടഞ്ഞാൽ 1000 വാതിൽ തുറക്കപ്പെടുമെന്ന് ബൈബിളിൽ പറഞ്ഞ പോലെ നിങ്ങൾ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോവുക. അന്വേഷിപ്പിൻ കണ്ടെത്തും അല്ലെ? നിങ്ങള് ഒരു കാര്യത്തിന് വിരമിച്ചാൽ അടുത്ത കാര്യത്തിലേക്ക് പോവുക, പ്രതീക്ഷയോട് കൂടി പോവുക. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത് പ്രതീക്ഷ കൈവിടരുത്. എക്സ്പെക്ടേഷൻ ഈ ബിസിനസ് ജയിക്കാനും വലിയൊരു കുതിച്ചാട്ടത്തിനും ആവശ്യമുള്ള കാര്യമാണ് പ്രതീക്ഷ. സോ ഞാൻ വളരെ ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപയിൽ സെർജ് എന്ന് പറയുന്ന ആ ഒരു കുതിച്ചാട്ടത്തിന്റെ ഒരു കാര്യം, ഈ ബിസിനസ് വേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും അതിലെ ഗോളിനെ കൃത്യമായിട്ട് ഞാൻ വ്യക്തമായി തന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക് കാര്യങ്ങളും 5 ഫിംഗേഴ്സ് മെത്തേഡും 007 ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ വലിയൊരു ബിഗ് ലീപ്പ്, ഒരു കുതിച്ചാട്ടത്തിന് നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് നമുക്ക് വൻ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച എന്റെ ഓർമ്മിച്ചിട്ടാണെങ്കിൽ നമുക്ക് മലപ്പുറം GTS ഹോളിൽ വരാൻ പോകുന്നത് ഒരു വെടിക്കെട്ട് സിംഹമാണ്, ദാറ്റ് ഈസ് സോമകുമാർ സാറാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സെഷൻ നമുക്ക് എല്ലാം കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായുള്ള ഒരു വ്യക്തിയായിരുന്നു. അവിടുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കോറി ഫീൽഡിലേക്ക് മാറി. അവിടുന്ന് കോറി ഫീൽഡിൽ നിന്ന് എല്ലാ വ്യക്തികൾക്ക് മൈ ലൈഫ് തുടങ്ങി. ഇന്ന് മൈ ലൈഫിൽ 35-40 ലക്ഷം പെർ മന്ത് വരുമാനം വാങ്ങുന്നു. വേറൊരു പിരാന്തെന്ന് പറഞ്ഞാല് മിനി കൂപ്പറിന്റെ ക്ലബ്മാൻ S വൈഫ് ലൈസൻസ് എടുത്ത് മേടിച്ചു കൊടുത്താണ്. നമ്മളെ വൈഫ് ലൈസൻസ് എടുത്ത ആൾട്ടോ 800 മേടിച്ചു കൊടുക്കും. അവിടെ മേടിച്ചെടുത്തത് ക്ലബ്മാനാണ്, 48 ലക്ഷത്തിന് മേലെ. അങ്ങനത്തെ ഒരു പിരാന്ത്. കാരണം പൈസ വന്ന കാട്ടിനെ അറിയാലോ. നമ്മളത് സൂപ്പർ എക്സൈറ്റിംഗ് ലീഡറാണ് വരുന്നത്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ അടിച്ചു കയറ്റുക, നോക്കി നിൽക്കരുത്. ആരാളുള്ള ചവയെ കൂട്ടി വരിക, മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, കൊണ്ടുവരാം. ഒരു പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് സഞ്ചരിക്കാം. എല്ലാവർക്കും വൻ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും താങ്ക് യു ഓൾ ഓഫ് യു. ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോ ഡയമണ്ട്. താങ്ക് യു.